സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ വൻ അഴിമതിയും ദുരൂഹതയുമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുന്നംകുളത്ത് പുതുയുഗയാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭയിലോ ഭരണമുന്നണിയായ LDFിലോ യാതൊരുവിധ ചർച്ചകളും നടത്താതെ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ ഇത്തരമൊരു തീരുമാനമെടുത്തത് ഗൌരവകരമാണ്. LDF കൺവീനർക്കോ മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കോ ഈ തീരുമാനത്തെക്കുറിച്ച് അറിവില്ല. എക്സൈസ് മന്ത്രി പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി തന്നെയോ പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കളെയോ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് സതീശൻ വ്യക്തമാക്കി. അല്ല, ഗവൺമെന്റ് ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇവർ ഡിമാൻഡ് ചെയ്തിരുന്നു 1 വർഷം മുമ്പ് ബാർ ഉടമകൾ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോകുന്നത് ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അറിയണം. അല്ല, ഗവൺമെന്റിന് LDFന്റെ കൺവീനർക്ക് അറിയില്ല, LDF നേതാക്കന്മാർക്ക് അറിയില്ല ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പോണത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു മന്ത്രിസഭയിൽ വയ്ക്കാതെ ആരുമായിട്ട് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എവിടെയും വയ്ക്കാതെ ആരോടും ചർച്ച ചെയ്യാതെ പിന്നെ ഞങ്ങൾക്ക് ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. മന്ത്രിസഭയിൽ വയ്ക്കാതെയും ആരോടും ആലോചിക്കാതെയും എടുത്ത ഈ തീരുമാനം ചില താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാണ്. ടൂറിസം കേന്ദ്രങ്ങളിലെ നൈറ്റ് ലൈഫിന്റെ പേരിൽ ബാറുകളുടെ സമയം കൂട്ടുന്നത് പ്രായോഗികമല്ല. എല്ലാ ബാറുകളുടെയും സമയം കൂട്ടാനാണ് സർക്കാർ നീക്കം. ബ്രൂവറി വിഷയത്തിൽ ഉണ്ടായതുപോലെ അതിവേഗത്തിലാണ് ഈ നീക്കവും നടക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷത്തിന്റെ നിലപാട് ആരോടാ പറഞ്ഞത്? അല്ല, എക്സൈസ് മന്ത്രിയോട് ഞാൻ എന്തായാലും ഈ വിഷയം സംസാരിച്ചിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല. ഇത് വെറുതെ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്ത് പ്രതിക്കൂട്ടിൽ എക്സൈസ്, അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 1 കൊല്ലം മുമ്പാണ് വന്ന് കണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞിരുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് റോളാണുള്ളത്? അങ്ങനെ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നേരത്തെ ബ്രൂവറി അനുവദിച്ചപ്പോഴും സമാനമായ രീതിയിൽ സർക്കാർ രഹസ്യനീക്കം നടത്തിയിരുന്നുവെന്നും പിന്നീട് കോടതി അത് സ്റ്റേ ചെയ്തതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. KCBC ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി.